ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമവചന ധ്യാനം ക്ലാസ് 48. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 2-ാമത്തെ അധ്യായം 37-38 തിരുവചനങ്ങൾ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും ചോദിച്ചു, പുരുഷന്മാരെ, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. പത്രോസിൻ്റെ പെന്തക്കോസ്ത പ്രസംഗം കേട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10,000-30,000 പേരാണ് കേട്ടിരിക്കുക. അതിൽ 10% 3,000 പേര് മാനസാന്തരപ്പെടുകയാണ്. അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും അപ്പസ്തോലന്മാരോടും ചോദിച്ചു. പത്രോസാണ് അവർക്ക് മറുപടി നൽകുന്നത്. എന്താണ് പറഞ്ഞത്? കുത്തുകൊണ്ട് എന്നാണ് പറയുന്നത്. അവർ കുത്ത്, മനസാക്ഷി കുത്ത് എന്നൊക്കെ നമ്മൾ പറയില്ല, അതിൽ കുത്തുകൊണ്ട്. കത്തനുസ്വമായി എന്നാണ് ഗ്രീക്കിൽ. കത്തനുസ്വമായി, കത്തിയെടുത്ത് കുത്തുക എന്നാണ് ആക്ഷരികം. കത്തിയെടുത്ത് കുത്തുക. ചങ്ക് തകർന്നതൊക്കെ നമ്മൾ പറയില്ലേ, ഹൃദയം നുറുങ്ങി എന്ന് ഭാഷപ്പെടുത്താറുണ്ട്. യേശുവിനെ ക്രൂശിക്കാനായി നേതാക്കന്മാരോട് സഹകരിച്ചെങ്കിലും, മതനേതാക്കന്മാർ സഹകരിച്ചെങ്കിലും, ലൂക്കാസ് 23:4-23, കുരിശിന് താഴെ നിൽക്കുമ്പോൾ അവരിൽ പലരും മാറത്തടിച്ച് കരഞ്ഞിരുന്നു. അത് പശ്ചാത്താപത്തിൻ്റെ ലക്ഷണമാണ്. ലൂക്കാസ് 23:48, മർക്കോസ് 15:39-40. പശ്ചാത്തപിക്കാനുള്ള മനസ്സവർക്ക് ഉണ്ടായിരുന്നെന്നാണ് ഈ ഇങ്ങനെ മാറത്തടിച്ച് കരഞ്ഞതിൻ്റെ ലക്ഷണം, അല്ലെങ്കിൽ അതിൻ്റെ ധ്വനി. ഇപ്പോൾ അത് പ്രവൃത്തി പദത്തിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ ഹൃദയത്തിൽ പശ്ചാത്തപിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു പശ്ചാത്തപിക്കുകയാണ്. അവരുടെ ഹൃദയം തകർന്നു, ഹൃദയം നുറുങ്ങി, ചങ്ക് തകർന്നു. ഹൃദയത്തിൽ ഇല്ലേ, കത്തികൊണ്ട് കുത്തിയതുപോലുള്ള ഒരു അവസ്ഥയിൽ അവരെത്തി. അപ്പോൾ അവർ പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും ചോദിച്ചു. മറുപടി കൊടുത്തത് പത്രോസാണ്. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് പത്രോസിനോടും എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു, എന്തുകൊണ്ട് പത്രോസ് അവർക്ക് മറുപടി കൊടുത്തു, എന്തുകൊണ്ടാണ് പത്രോസ് അന്ന് പെന്തക്കോസ്ത ദിവസം അന്ന് പ്രസംഗിച്ചത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് പത്രോസിൻ്റെ പരമാധികാരത്തിലേക്കാണ്. പത്രോസിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒരുപാട് വിഷയങ്ങളുള്ള ഒരു സംഗതിയാണിത്. ഒന്നാമത്തെ സംഗതി, അത് പത്രോസിന് മാത്രം കൊടുത്തതാണോ അതോ പത്രോസിൻ്റെ പിൻഗാമികൾക്കുമുള്ളതാണ്? എല്ലാവരും സമ്മതിക്കുന്നു പത്രോസിൻ്റെ പിൻഗാമികൾക്കുമുള്ളതാണ്. പക്ഷേ ഏതു തരം അധികാരമാണുള്ളത്? അത് ഇപ്പം നമ്മൾ എക്യുമെനിക്കൽ ചർച്ചകളുണ്ട്, സഭൈക്യം, സഭയിൽ നിന്ന് വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ. അങ്ങനെ അത് നടത്തുമ്പോൾ ആരാണ് ഏത് സഭയിൽ നിന്ന് വിട്ടുപോയെന്നുള്ള ചർച്ചകൾ പോലും ഉണ്ട്. പോട്ടെ, അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും വിലങ്ങതടിയായി നിൽക്കുന്ന സംഗതികളിൽ ഒന്ന് പത്രോസിൻ്റെ പരമാധികാരവും മാർപ്പാപ്പയുടെ പരമാധികാരവുമാണ്. ഈ ബെനഡിക്ട് മാർപ്പാപ്പയുടെ കാലത്ത് ആംഗ്ലിക്കൻ സഭയുമായിട്ടുള്ള സഭൈക്യ ചർച്ചകൾ നടന്ന് ഒരു ഘട്ടമെത്തിയപ്പോൾ ആംഗ്ലിക്കൻ സഭ മാർപ്പാപ്പയുടെ പ്രൈമസി ഓഫ് ഓണർ, ബഹുമാനം ഇല്ലേ, ബഹുമാനത്തിൽ പരമമായ സ്ഥാനം മാർപ്പാപ്പയ്ക്കാണ്. പ്രൈമസി ഓഫ് അതോറിറ്റി, അധികാരത്തിൽ പരമാധികാരം, അതവർ അംഗീകരിച്ചിട്ടില്ല. അത് അടുത്തൊരു സ്റ്റേജിൽ അംഗീകരിക്കുകയോ അത് അംഗീകരിക്കാതെ തന്നെ ഒരു പക്ഷേ സഭയ്ക്ക് നടക്കുകയോ ചെയ്യാം. അതായത് ബഹുമാനത്തിൽ പരമമായ സ്ഥാനം മാർപ്പാപ്പയ്ക്കാണ് എന്ന് ആംഗ്ലിക്കൻ സഭ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഒരു സ്റ്റെപ്പ്, അവരുടെ, നിങ്ങൾക്കറിയാലോ, അവരുടെ കർമ്മങ്ങളെല്ലാം കത്തോലിക്ക സഭയുടെ കർമ്മങ്ങളുമായിട്ട് വളരെയധികം ചേർന്ന് പോകുന്നതാണ്. അതുപോലെ ലൂഥറൻസ്, അവരുടെ കർമ്മങ്ങളെല്ലാം കത്തോലിക്ക സഭയുടെ കർമ്മങ്ങളുമായിട്ട് വളരെയധികം ചേർന്ന് പോകുന്നതാണ്. എങ്കിലും മാർപ്പാപ്പയുടെ പരമാധികാരം, അതിന് കീഴിൽ വരിക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ തർക്ക വിഷയമാണ്. ഇനി കത്തോലിക്ക സഭയ്ക്ക് ഉള്ളിൽ തന്നെ 24 സഭകളാണ്. അതിലെ എല്ലാ സഭകളുടെ മേലും മാർപ്പാപ്പയ്ക്ക് ഒരേപോലെ പരമാധികാരമല്ല ഉള്ളത്. ഇനി ലത്തീൻ സഭയിലാണെങ്കിൽ പോലും മാർപ്പാപ്പ പഠിപ്പിക്കുന്ന എല്ലാ കാര്യവും അപ്രമാദത്തിന് കീഴിലല്ല, കത്തോലിക്ക സഭയിലും അല്ല. ഈ ഇൻഫോളിബിലിറ്റി കീഴിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ഒരു പാഠം പഠിപ്പിച്ചത്. അതായത് മറിയത്തിൻ്റെ സ്വർഗ സംവഹനം അല്ലെങ്കിൽ മോക്ഷക്കയറ്റമാണ് ഈ അപ്രമാദിത്വം കീഴിൽ മാർപ്പാപ്പ ഇതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ ചാക്രിക ലേഖനങ്ങൾ പോലും അപ്രമാദിത്വം കീഴിൽ വരണമെന്നില്ല, ചിലത് വരാം. അപ്പോൾ വളരെ അപൂർവമായിട്ടാണ് മാർപ്പാപ്പയുടെ അപ്രമാദിത്വം എന്ന അധികാരം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ പരമാധികാരം എവിടെ വരെയാണ്, എന്തുവരെയാണ്, ഇങ്ങനെയെല്ലാം ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരുപാട് അങ്ങനെ പല തട്ടുകളിലാണ് അത് ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കത്തോലിക്ക സഭ അവകാശപ്പെടുന്ന പരമാധികാരം, പത്രോസിൻ്റെ പരമാധികാരം, അതിന് ബൈബിളിൽ തെളിവുകളുണ്ടോ?
ഇപ്പം നമ്മുടെ സഭയിൽ നിന്നൊക്കെ വിട്ടുപോയിരിക്കുന്ന പെന്തക്കോസ്തക്കാർ, ദൈവസഭക്കാർ, ക്രിസ്റ്റാഡൽഫിയൻസ്, ഇങ്ങനെ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ തന്നെ പോയിട്ട് ഒരു 10,000 ചിഹ്ന ഭിന്നമായി പോയി. കത്തോലിക്ക സഭ ഇപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അതിനെ കൂട്ടിക്കെട്ടുന്ന ഒരു മോന്തായമുണ്ട്, ഒരു പരമാധികാരമുണ്ട്. ഈ പരമാധികാരമൊന്നും വേണ്ട, തുല്യതയാണെന്നും പറഞ്ഞ് പോയിട്ടുള്ളവർ മുഴുവൻ ചിഹ്ന ഭിന്നമായി പോയി, 10,000 കഷ്ണങ്ങളായി പോയി. അവർക്കെല്ലാം തിരിച്ചു വരാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും അപ്പോൾ ഈ അധികാരത്തിന് കീഴിലായിരിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിലറിയാം, എറണാകുളം അങ്കമാലി അതിരൂപത മാർപ്പാപ്പയുടെ പരമാധികാരം അംഗീകരിക്കാൻ മടിയുള്ളവരാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുന്നവരൊക്കെ അവർ അംഗീകരിക്കുകയും ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞാൽ ഉടനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ഇത് ഈ പെന്തക്കോസ്തക്കാരുടെയും ദൈവസഭക്കാരുടെയും പ്രൊട്ടസ്റ്റന്റുകാരുടെയും മനോഭാവമാണ്. അവർ അർപ്പിക്കുന്ന കുർബാന, ജനാഭ്യം കുർബാന തന്നെയും പ്രൊട്ടസ്റ്റന്റ് സ്വാധീനത്തിൽ വന്നതാണെന്ന് ബെനഡിക്ട് മാർപ്പാപ്പ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ബെനഡിക്ട് മാർപ്പാപ്പയുടെ കാര്യം പറഞ്ഞ അപ്പോൾ അവർ ഉടനെ പറയും, ആ മാർപ്പാപ്പയാണ് അത്രമാത്രം പോപ്പുലർ അല്ലാതെ പോയൊരു മാർപ്പാപ്പ. കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ മാർപ്പാപ്പ പറഞ്ഞത്, അതുകൊണ്ട് അവർക്ക് പോപ്പുലർ അല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയെ പൊക്കിപ്പിടിച്ച് നടന്നു, പക്ഷെ അവരോട് ഈ ഏകീകൃത കുർബാന ചൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ ആ മാർപ്പാപ്പയ്ക്ക് എതിരായി. ജോൺ ബോൾ II മാർപ്പാപ്പയ്ക്ക് പണ്ടേ ഇവരെതിരായിരുന്നു. കാരണം എന്താണ്, ആ മാർപ്പാപ്പന്മാരെല്ലാം ഏകീകൃത കുർബാന ചൊല്ലാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ അതിന് ഞങ്ങൾ ഇത് സ്വയാധികാര സഭയാണെന്നും ഇവിടെ ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ, മാർപ്പാപ്പ ഇടപെടേണ്ട കാര്യമില്ല, മാർപ്പാപ്പ പ്രതിനിധി അയച്ചാൽ പോലും അവരെ കല്ലെറിയോ കുപ്പെറിയോ ഒക്കെ ചെയ്യാൻ, ഇങ്ങനെ ഈ മാർപ്പാപ്പയുടെ പരമാധികാരത്തൊക്കെ അവഹേളിക്കുന്നു. അപ്പോൾ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ഒക്കെ അതിന് കൂട്ടുനിൽക്കും. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഈ എന്തുകൊണ്ടാണ് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചത് ഈ പെന്തക്കോസ്ത നാളിൽ? പത്രോസിൻ്റെ പരമാധികാരത്തിന് ബൈബിളിൽ തെളിവുകളുണ്ടോ? ഞാൻ 2 ഘട്ടമായിട്ടാണ് തെളിവുകൾ പറയണത്. ഒന്ന് സുവിശേഷങ്ങളിൽ, മറ്റൊന്ന് സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, കാരണം ഇതൊക്കെ നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോകുന്നുള്ളൂ, അധികം വ്യാഖ്യാനങ്ങളില്ലാതെ തന്നെ. സ്ലീഹന്മാരെ ഏറ്റവും തെളിഞ്ഞ് കാണാവുന്ന ആള്, ഏറ്റവും ശക്തനായ വക്താവ് പത്രോസ് ആണെന്ന് സുവിശേഷം വായിക്കുന്ന ആർക്കും മനസ്സിലാകും. യേശു 12 പേരെ തെരഞ്ഞെടുപ്പ് അവതരിപ്പിക്കുമ്പോൾ സ്ലീഹന്മാരുടെ പട്ടികയിൽ ഏറ്റവും മുകളിൽ പത്രോസിൻ്റെ പേരാണുള്ളത്. യേശുവിൻ്റെ 12 സ്ലീഹന്മാരുടെ പേരുകൾ മർക്കോസ് 3:16, ലൂക്ക 6:14. ഒന്നാമൻ പത്രോസ് എന്ന് മത്തായി എടുത്ത് പറയുന്നുണ്ട്, മത്തായി 10:2. 12 സ്ലീഹന്മാരെ അവതരിപ്പിക്കുമ്പോൾ ഒന്നാമൻ എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് മത്തായി. സ്ലീഹന്മാരെ മൊത്തത്തിൽ പരാമർശിക്കുമ്പോഴൊക്കെ മറ്റൊരു അപ്പസ്തോലനും ഇല്ലാത്ത വിധത്തിൽ പത്രോസിനെ വേറിട്ട് നിർത്തുന്നു. 1-2 ഉദാഹരണം നോക്കാം. ശിമയോനും കൂടെയുള്ളവരും, മർക്കോസ് 1:36. അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും, മർക്കോസ് 16:7. പത്രോസും കൂടെയുള്ളവരും, ലൂക്ക 9:32. അപ്പോൾ ഇങ്ങനെ പത്രോസിനൊന്നും ഒന്ന് വേറിട്ട് നിർത്തിയിരിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, സുവിശേഷത്തിലുള്ള രണ്ടാമത്തെ കാര്യം. 3, ദേവാലയ നികുതി പിരിക്കുന്നവർ യേശുവിൻ്റെ സമുദായത്തിൻ്റെ നേതാവ് എന്ന നിലയിൽ പത്രോസിനെയാണ് സമീപിച്ചത്. യേശുവിനോട് ചോദിക്കാതെ തന്നെ പത്രോസ് തീരുമാനം എടുക്കുകയും ചെയ്തു. അത് യേശു അംഗീകരിച്ചു. മത്തായി 17, 24, 27. അതേക്കുറിച്ച് ഞാൻ ഒരു കാര്യം, സാധാരണ കേൾക്കാത്തൊരു കാര്യം, സാധ്യതയുള്ളൊരു കാര്യം, അതുതന്നെയാണോ പൂർണ്ണമായി ശരി എനിക്ക് അറിഞ്ഞുകൂടാ, സാധ്യതയുള്ളൊരു കാര്യം പറയാം. ഈ നികുതി കൊടുക്കും എന്ന് പത്രോസ് ഈ ദേവാലയ നികുതി പിരിക്കുന്നവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ യേശു പത്രോസിനെ ചോദിച്ചു, മക്കളിൽ നിന്നാണോ അതോ മറ്റുള്ളവരിൽ നിന്നാണോ പിരിക്കുന്നത്? മറ്റുള്ളവരിൽ നിന്നാണോ, മക്കളിൽ നിന്നല്ല. അപ്പം നമുക്ക് കൊടുക്കേണ്ട, നമ്മൾ മക്കളായതുകൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. എങ്കിലും ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ എനിക്കും നിനക്കും വേണ്ടി നികുതി കൊടുക്കുക. എനിക്കും നിനക്കും എന്നാണ് പറഞ്ഞത്, എനിക്കും നിങ്ങൾക്കും എന്ന് പറഞ്ഞില്ല, എനിക്കും നിനക്കും. അപ്പോൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഒരു വ്യാഖ്യാനം പറയുന്നത് 20 വയസ്സിന് മേലുള്ളവർക്കാണ് ടാക്സ്, ദേവാലയ നികുതി പഴയ നിയമം അനുസരിച്ച്. അപ്പോൾ യേശുവിനും പത്രോസിനും മാത്രമേ 20 വയസ്സിന് മേലെ പ്രായമുണ്ടായിരുന്നുള്ളൂ. യേശു ഏകദേശം 30 വയസ്സുള്ളപ്പോഴാണല്ലോ പരസ്യജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ യേശുവിനും 30 വയസ്സിന് മേലെയുണ്ട്, പത്രോസ് 20 വയസ്സിന് മേലെയുണ്ട്. എനിക്കും നിനക്കും. മറ്റുള്ള സ്ലീഹന്മാരെല്ലാം 20 വയസ്സിന് താഴെയായിരുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം. സാധ്യതയുണ്ട്, കാരണം അവരെല്ലാം വളരെ ചെറുപ്പമായിരുന്നു. യോഹന്നാൻ മരിക്കുന്നത് AD 100-നടുത്താണല്ലോ. അപ്പോൾ അന്ന് 19 വയസ്സ് ഉള്ള അല്ലെങ്കിൽ 18 വയസ്സുള്ള ആളാണെങ്കിൽ ബാക്കി ഈ 82 കൊല്ലം ജീവിച്ചു അല്ലേ? അത് സാധ്യതയുണ്ട് വളരെ. പിന്നെ 82 കൊല്ലം ജീവിക്കുക എന്നുള്ളതൊക്കെ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ മറ്റു സ്ലീഹന്മാരെല്ലാം 18 വയസ്സ് അല്ലെങ്കിൽ 17 വയസ്സുള്ളവരായിരിക്കാൻ സാധ്യതയുണ്ട്. ടീനേജറാണെന്നൊക്കെ നമ്മൾ ഇന്ന് പറയും, പക്ഷെ അന്നത്തെ രീതി അനുസരിച്ച് 13 വയസ്സിലാണ് അല്ലെങ്കിൽ 14 വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. അപ്പം ഗവൺമെൻറ് ഇപ്പോൾ 18, 21 വെച്ചതുകൊണ്ട് അത് മൈനറും മേജറൊക്കെ ആക്കുന്നത് ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ്. പ്രകൃതി അനുസരിച്ച് അതൊന്നുമല്ല.
ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ ഡൽഹിയിൽ കൂട്ടബലാത്സംഗത്തിൽ ഒരുത്തിന് 16 വയസ്സേ ഉള്ളൂ. അവനെ മൈനറായിട്ട് നിയമം കണക്കാക്കുന്നു, പ്രകൃതി കണക്കാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പം നമുക്ക് അതിനേക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾ സ്കൂളുകളിൽ പ്രശ്നമുണ്ടാക്കുന്നു, വ്യഭിചാരം പോലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ബലാത്കാരം പോലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ സർക്കാർ ഈ മേജറാക്കുന്ന പ്രായം കുറച്ച് താഴ്ത്തി കൊണ്ടുവരികയാണ് വേണ്ടത്. കത്തോലിക്ക സഭ 14 വയസ്സ് പെൺകുട്ടിക്കും 16 വയസ്സ് ആൺകുട്ടിക്കും ഉണ്ടായാൽ കല്യാണം കഴിക്കാമെന്നാണ് പഠിപ്പിക്കുന്നത്. കാരണം അതൊക്കെ മച്യൂരിറ്റിയാണ്. പക്ഷേ സർക്കാരുകൾ വേറെ തരത്തിലാണ് ചിന്തിക്കുന്നത്. എന്തെങ്കിലും അവർക്ക് അവരുടേതായ പൊളിറ്റിക്കൽ കാര്യങ്ങളുണ്ട് കാണും. ഞാൻ പറഞ്ഞു വന്നത്, ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുപക്ഷെ 20 വയസ്സ് കഴിഞ്ഞത് പത്രോസിന് മാത്രമായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്കും നിനക്ക് വേണ്ടി നികുതി അടയ്ക്കെന്ന് പറഞ്ഞത്. മറ്റുള്ളവർക്ക് നികുതി കൊടുക്കേണ്ട പ്രായമായിട്ടില്ല. ഏതായാലും ഈ സംഭവം കഴിഞ്ഞ് തൊട്ട് വരുമ്പോഴാണ്, തൊട്ട് പിന്നാലെ 18-ാമത്തെ അധ്യായം, 17 ഇത്, മത്തായി 17, 18-ാമത്തെ അധ്യായത്തിൽ ഞങ്ങളിൽ ആരാണ് വലിയവൻ ചർച്ച നടക്കുകയാണ്. തങ്ങളിൽ ആരാണ് വലിയവൻ? അതായത് യേശുവിനോട് ചോദിക്കാതെ പോലും പത്രോസിന് നികുതി കൊടുക്കാൻ അധികാരമുണ്ട്. അപ്പോൾ പത്രോസ് തന്നെയാണോ എന്ന് ഞങ്ങളിൽ ആരാണ് അധികാരി എന്നത് ഒരു ചർച്ച അവരുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. 4-ാമത്തെ കാര്യം, പത്രോസ് യേശുവിനോട് സംസാരിച്ച മിക്ക സന്ദർഭങ്ങളിലും 12 പേർക്ക് വേണ്ടി അവരുടെ പ്രതിനിധിയായിട്ടാണ് അങ്ങനെ ചെയ്തത്. മർക്കോസ് 8:29 കേസറി ഫിലിപ്പിൽ വെച്ച്, ലൂക്ക 12:41, യോഹന്നാൻ 6:66-69 ഈ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നെന്ന് പത്രോസിന്റെ കർത്താവ് ചോദിക്കുന്നു. ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ പക്കൽ നിന്റെ പക്കലുണ്ടെന്നൊക്കെ പറഞ്ഞ് പത്രോസ് മറുപടി നൽകുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ എന്നാണ് പറഞ്ഞത്, ഞങ്ങൾ. അപ്പോൾ 12 പേർക്ക് വേണ്ടി അവരുടെ പ്രതിനിധിയായി, അവരുടെ നേതാവായി, വക്താവായിട്ടാണ് പത്രോസ് സംസാരിക്കുന്നത്. 5, 12 പേരിൽ 3 പേരെ യേശു പ്രത്യേകമായി മാറ്റി നിർത്തുകയും വിശേഷപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ചെയ്തു. അവർ പെത്രോസും സെബെദെപുത്രന്മായ യാക്കോബും യോഹന്നാനുമായിരുന്നു. യായിറസിന്റെ മകളെ ഉയർപ്പിക്കുന്നതിനും മർക്കോസ് 5:37, യേശുവിന്റെ രൂപാന്തരീഭാവത്തിനും മർക്കോസ് 9:2 അവർ മാത്രമായിരുന്നു ദൃക്സാക്ഷികൾ. ഗെത്സമനിയിലെ യേശുവിന്റെ പ്രാർത്ഥനയ്ക്കും അവർ ഏറ്റവും അടുത്ത സാക്ഷികളായിരുന്നു. മർക്കോസ് 14:33. 12 സ്ലീഹന്മാരിൽ ഈ 3 പേർക്ക് മാത്രമാണ് യേശു മറുപേര് നൽകിയത്. ശിമയോന് പാറ നടത്തമുള്ള പെത്രോസ് എന്നും മർക്കോസ് 3:16, യാക്കോബും യോഹന്നാനും ഇടിമുഴക്കത്തിന്റെ മക്കളും എന്നും അർത്ഥമുള്ള ബൊവനർഗസ് എന്നും യേശു വിളിച്ചു. മർക്കോസ് 3:17. ഈ 3 പേർക്ക് പേര് മാറ്റിയിട്ടുള്ളൂ, 3 പേരുടെ. 7, യേശു ഒറ്റക്കെടുക്കപ്പെട്ട രാത്രിയിൽ സാത്താൻ ശിഷ്യന്മാരെ പരീക്ഷിക്കുന്ന സന്ദർഭത്തിൽ യേശു പത്രോസിനോട് പറഞ്ഞു, ശിമയോനെ, ഞാൻ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ തിരിഞ്ഞതിന് ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം. ലൂക്കാസ് 22:31-32. ഇങ്ങനെ ആർക്കെങ്കിലും വേണ്ടി യേശു വ്യക്തിപരമായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് പത്രോസിന് വേണ്ടി മാത്രമാണ്. മാത്രമല്ല, പത്രോസിന് വേറൊരു ഉത്തരവാദിത്തമുണ്ട്. അവന് മാനസാന്തരം വരുമ്പോൾ അവൻ മറ്റു ശിഷ്യന്മാർക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി അവർ വിശ്വാസത്തിൽ ഉറപ്പിക്കണം. ഒരു വിശേഷപ്പെട്ട അധികാരവും ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. 8, തിരുവുത്താന ദിവസം രാവിലെ യേശുവിൻ്റെ അരുമശിഷ്യനും പത്രോസും യേശുവിൻ്റെ കബറിടത്തെങ്കിലേക്ക് ഓടി. അരുമശിഷ്യൻ ആദ്യം കല്ലറയെങ്കിൽ എത്തിയെങ്കിലും പത്രോസ് വരാനെ കാത്തു നിന്നു. കാരണം കബറിടത്തിൻ്റെ ഉള്ളിലേക്ക് ആദ്യം കടക്കേണ്ടത് പത്രോസ് ആണെന്ന് ഈ അരുമശിഷ്യനായ യോഹന്നാൻ അറിയാമായിരുന്നു. യോഹന്നാൻ 20:3-8. 9, മരിച്ചവന് ഉയർപ്പിക്കപ്പെട്ട യേശു തിരുവുത്ഥാന ദിവസം തന്നെ സായാഹ്നത്തിൽ പത്രോസിന് സ്വകാര്യമായി പ്രത്യക്ഷപ്പെട്ടു. ലൂക്ക 24:34 അത് എഴുതിയിട്ടുണ്ട്. 1 കൊറിന്തോസ് 15:5 അത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അപ്പസ്തോലന്മാരിൽ ആദ്യം ഉത്ഥിതനായ യേശുവിനെ കണ്ടത് പത്രോസാണ്. സ്ത്രീകൾ മറിയം മഗ്ദലേനയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പസ്തോലന്മാരുടെ ആദ്യം ഉത്ഥിതനായ യേശുവിനെ കണ്ടത് പത്രോസാണ്. 10, ക്രിസ്തുവിൻ്റെ പുതിയതും സജീവമായ ദേവാലയത്തിൻ്റെ, അതായത് സഭയുടെ അടിത്തറ പത്രോസാകുന്ന പാറയാണെന്ന് യേശു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസാകുന്ന പാറമേൽ പള്ളി പണിയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. മത്തായി 16:18. ഇതേക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിനൊക്കെ എതിർക്കുന്നുണ്ട്. പാറ എന്ന് പറഞ്ഞത് പത്രോസ് അല്ല, യേശു തന്നെയാണെന്നൊക്കെ ഈ പെന്തക്കോസ്തക്കാരൊക്കെ പറയുന്നുണ്ട്. അതല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുള്ളതാണ്. 11, ക്രിസ്തുവിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ പത്രോസിന് മാത്രമാണ് നൽകപ്പെട്ടത്. മത്തായി 16:19. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ യേശു കൈമാറിയത് പത്രോസിന് മാത്രമാണ്. 12, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പരിപാലിക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് 3 പ്രാവശ്യം പറഞ്ഞ് തൻ്റെ അജഗണത്തിൻ്റെ ഇടയനായി യേശു നിയമിച്ചത് പത്രോസിനെ മാത്രം. യോഹന്നാൻ 21:15-17. അവസാനം സൂചിപ്പിച്ച 3 സംഗതികൾ മറ്റൊരു അപ്പസ്തോലനും യേശു നൽകാത്തതും ക്രിസ്തുവിൻ്റെ സഭയിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം, പദവിയും സ്ഥാനവുമാണ് താനും. അപ്പോൾ ഇതെല്ലാം ബൈബിളിൽ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. തിരുവചനത്തിൽ ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഈ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ഒക്കെ
ഈ പത്രോസിനെ ബാധിക്കുന്ന സംഗതികളും മറിയത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളും വരുമ്പോൾ തല തിരിയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഇത് സുവിശേഷങ്ങളിൽ മാത്രമുള്ള കാര്യമാണോ? അല്ല. പത്രോസിനെ കുറിച്ച് ശ്ലീഹന്മാർ നടപടി പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന സാക്ഷ്യം കൂടി നമുക്കിന്ന് കേൾക്കാം. സുവിശേഷം പത്രം നൽകപ്പെട്ടിരിക്കുന്ന ഈ പ്രാധാന്യം സഭയുടെ ആദ്യ കാര്യങ്ങളിൽ തുടരുന്നു എന്നാണ് ശ്ലീഹന്മാർ നടപടി പുസ്തകത്തിൽ മനസ്സിലാകുന്നത്. തനിക്ക് നൽകപ്പെട്ട അധികാരവും നേതൃത്വവും ഉത്തരവാദിത്വവും കടമയും പത്രോസ് കൃത്യമായി ഉപയോഗിച്ചുവെന്നും അത് സഭയിലെ മറ്റെല്ലാ അംഗങ്ങളും അംഗീകരിച്ചുവെന്നും ലൂക്കാസ് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ശ്ലീഹന്മാർ നടപടി പുസ്തകത്തിൽ. മാത്രമല്ല, ആ അധികാരത്തോടും നേതൃത്വത്തോടും മറ്റൊരപ്പസ്തോലനും കിടപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൂക്കാസ് ശ്ലീഹന്മാർ നടപടി പുസ്തകത്തിൽ. ചിലത് മാത്രം ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് തൊട്ട് പിന്നാലെ പെത്രോസ് മുൻകൈ എടുത്തിട്ടാണ് യൂദാസ്കറിയയുടെ മരണം വരുത്തിയ ഒഴിവ് മത്തിയാസിനെ തെരഞ്ഞെടുത്തുകൊണ്ട് നികത്തുന്നത്. പത്രോസാണ് നേതൃത്വം നൽകുന്നത്. അതിനുള്ള വ്യവസ്ഥകളും യോഗ്യതകളും നിശ്ചയിച്ചതും പത്രോസാണ്. അങ്ങനെ 12 ശ്ലീഹന്മാർ എന്ന സ്ഥാപനം നിലനിർത്തിയത് പത്രോസാണ്. പത്രോസ് മുൻകൈ എടുത്തതും യോഗ്യത നിശ്ചയിച്ചതും സഭ മുഴുവൻ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ യേശു പത്രോസിനെ നേതാവായി നിയമിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പത്രോസിന്റെ നേതൃത്വം സഭ അംഗീകരിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. നടപടി പുസ്തകം ശ്ലീഹന്മാർ നടപടി 1:15 ഒന്നാമത്തെ അധ്യായം 15 മുതൽ 26 വരെ വാക്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. 2, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ശ്ലീഹന്മാരിൽ വന്ന് നിറഞ്ഞപ്പോൾ സഭാചരിത്രത്തിൽ ആദ്യത്തെ പ്രഭാഷണം പറഞ്ഞത് പത്രോസാണ്. സഭയുടെ ഉദ്ഘാടന പ്രസംഗമായിരുന്നു അത്. ശ്ലീഹന്മാർ നടപടി 2:14-36 നമ്മളത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 3, പത്രോസിന്റെ സാക്ഷ്യം സ്വീകരിക്കുകയും തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ജനം ചോദിക്കുകയും ചെയ്തപ്പോൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുകയാണ് വേണ്ടതെന്ന് അവരോട് പറഞ്ഞത് പത്രോസ് തന്നെയാണ്. അതപ്പോൾ നമ്മൾ ഇന്ന് കേട്ടത് ശ്ലീഹന്മാർ നടപടി 2:37-41. നാലാമത്തെ കാര്യം, സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ രോഗശാന്തി നൽകിയത് പത്രോസാണ്. യേശു ചെയ്ത രോഗശാന്തികൾ സഭയിൽ തുടരുന്നു. അതിൽ ആദ്യത്തെ രോഗശാന്തി നൽകിയത് പത്രോസാണ്. ശ്ലീഹന്മാർ നടപടി 3-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെ. 5, പത്രോസും യോഹന്നാനും അറസ്റ്റ് ചെയ്യപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ യഹൂദരുടെ ന്യായാധിപ സംഘത്തെ സംബുദ്ധി ചെയ്തുകൊണ്ട് സംസാരിച്ചതും സുവിശേഷത്തിന് ശക്തമായി സാക്ഷ്യം പറഞ്ഞതും പത്രോസ് തന്നെയാണ്. ശ്ലീഹന്മാർ നടപടി 4-ാമത്തെ അധ്യായം 5 മുതൽ 12 വരെ. സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സഭാത്മക ശിക്ഷണം നടപ്പിൽ വരുത്തിയത് പത്രോസാണ്. ശ്ലീഹന്മാർ നടപടി 5:1 മുതൽ 11 വരെ. യഹൂദായിൽ നിന്ന് 7-ാമത്തെ കാര്യം പറയണേ, യഹൂദായിൽ നിന്ന് സുവിശേഷം സമരിയായിൽ എത്തിയപ്പോൾ ആ പ്രേക്ഷിത മുന്നത്ത് അംഗീകരിച്ച് മേലപ്പ് ചാർത്താൻ പരിശുദ്ധാത്മാൻ അവരുടെ മേൽ കൊണ്ടുവന്നത് പത്രോസാണ്. നമ്മൾ സ്ഥൈര്യലേപനം അല്ലെങ്കിൽ തൈലാഭിഷേകം എന്ന് പറഞ്ഞ കൂദാശയ്ക്ക് തെളിവായിട്ട് പറയുന്നൊരു ഭാഗം കൂടിയാണത്. ശ്ലീഹന്മാർ നടപടി 8-ാമത്തെ അധ്യായം 14 മുതൽ 17 വരെ. 8, തനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ പത്രോസ് കൈവെപ്പിലൂടെയാണ് മറ്റുള്ളവർക്ക് കൈമാറുന്നത്. അതിലൂടെ സഭയിൽ പരിശുദ്ധാത്മാൻ നൽകാനുള്ള ശ്ലൈഹിക പിന്തുടർച്ച സ്ഥാപിക്കുകയാണ് പത്രോസ്. ശ്ലീഹന്മാർ നടപടി 8-ാമത്തെ അധ്യായം 17-ാം വാക്യം. 9, സഭാചരിത്രത്തിൽ ആദ്യമായി വിജാതിയർ മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം പത്രോസിനെ അയച്ചാണ് അവർക്ക് സുവിശേഷവും മാമോദിസയും നൽകുന്നത്. ശ്ലീഹന്മാർ നടപടി 10-ാമത്തെ അധ്യായം 1 മുതൽ 48 വരെ. സഭാചരിത്രത്തിലെ ആദ്യത്തെ സൂനോദോസ് ജെറൂസലമിൽ വിളിച്ചു കൂട്ടിയപ്പോൾ പത്രോസാണ് എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ സിദ്ധാന്തം ഗാംഭീര്യത്തോടെ അവതരിപ്പിച്ചതും പ്രഖ്യാപിച്ചതും അങ്ങനെ തർക്കങ്ങൾക്ക് അന്ത്യം കുറിച്ചതും. ശ്ലീഹന്മാർ നടപടി 15-ാമത്തെ അധ്യായം 6 മുതൽ 11 വരെ. വേദപുസ്തകത്തിലുള്ള ഈ തെളിവുകളുടെ വ്യാപ്തിയും ആഴവും നമ്മെ അമ്പരപ്പിക്കുന്നു. സുവിശേഷങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വരുന്ന ഓരോ സംഭവങ്ങളിലും യേശു പത്രോസിനെ സവിശേഷ നേതൃത്വ ദൗത്യത്തിനും സേവനത്തിനും ശുശ്രൂഷയ്ക്കുമായി വളർത്തിക്കൊണ്ടുവരികയും അണിയിച്ചൊരുക്കുകയും ചെയ്യുന്നു. ശ്ലീഹന്മാർ നടപടി പുസ്തകത്തിൽ ഒന്നിന് പുറകായി മറ്റൊന്നായി വരുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും വിശ്വാസ കുടുംബത്തിന് ആത്മീയ പിതാവ് എന്ന നിലയിലുള്ള നേതൃത്വ കടമ പത്രോസ് നിറവേറ്റുന്നു. അതിനാൽ കത്തോലിക്ക സഭയിലെ പാരമ്പര്യം, അതായത് പത്രോസിന്റെ പരമാധികാരം, അതിന് പിന്തുടർന്നുള്ള മാർപ്പാപ്പയുടെ പരമാധികാരം ബൈബിളിലെ തിരുവചനങ്ങളുടെ പ്രതിധ്വനി മാത്രമാണ്. പുതിയ നിയമ ചരിത്രത്തിൽ മറ്റൊരു അപ്പസ്തോലനും ഇതുപോലെ ഔന്നത്യവും ഉന്നതി പ്രാധാന്യവും ഇല്ല. മറ്റൊരു അപ്പസ്തോലനും പത്രോസിനുള്ളതുപോലെ ആദരവ് ലഭിച്ചിട്ടില്ല. മറ്റൊരു അപ്പസ്തോലനും പത്രോസിനുള്ളതുപോലെ ഉത്തരവാദിത്വങ്ങൾ ക്രിസ്തു കൈമാറിയിട്ടുമില്ല.
അപ്പസ്തലന്മാരും ശിമയോൻ പത്രോസിന് മാത്രമാണ് പരമാധികാരത്തിന് ഉദ്യോഗം നൽകപ്പെട്ടിരിക്കുന്നത്. ശിമയോൻ പത്രോസിന് നൽകപ്പെട്ട ഈ ഉദ്യോഗവും പരമാധികാരവും പദവിയും അദ്ദേഹത്തിൻ്റെ മരണത്തോടെ അവസാനിക്കാനുള്ളതായിരുന്നോ? അദ്ദേഹത്തിന് കുടുംബത്തിന് കൊടുത്തതല്ലല്ലോ. അല്ല, കർത്താവിന് ദിതി ആഗമനം വരെ നിലനിൽക്കുന്ന സഭയിൽ തുടരാൻ വേണ്ടി കൊടുത്തതാണ്. അതെ, ലോകാവസാനത്തോളം അത് തുടരണമെന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് ഈ ഒരാളിങ്ങനെ തിരഞ്ഞെടുത്ത് 12 പേരും തിരഞ്ഞെടുത്തു, അതിൽ നേതാവായിട്ട് പത്രോസിനെ തിരഞ്ഞെടുത്ത് നിയമിച്ചത്. അത് അവൻ്റെ മേൽ സഭ സ്ഥാപിച്ചത്. അത് അവൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് പത്രോസിന് സിംഹാസനത്തിരിക്കുന്ന മാർപ്പാപ്പമാരിലൂടെ ഇപ്പോഴും തുടരുന്നത്. ചുരുക്കത്തിൽ ശിമയോൻ പത്രോസിനെ കുറിച്ച് കത്തോലിക്ക സഭ വളരെ വലിയ അവകാശവാദങ്ങളാണ് നടത്തുന്നത്. മൗലിക അപ്പസ്തലന്മാരുടെ ഇടയിൽ മറ്റാർക്കും കിടപിടിക്കാനാകാത്ത ബഹുമാന്യ സ്ഥാനത്തേക്കും പരമപ്രധാന പദവിയിലേക്കും പത്രോസിനെ യേശു ഉയർത്തിയെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. യേശു പത്രോസിന് മുഖ്യ ഇടനായി വാഴിച്ചുവെന്നും ആദിമസഭയുടെ പ്രധാന അധ്യാപകനായിരുന്നു പത്രോസ് എന്നും സഭ അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധത്തിൽ മുറുകെ പിടിക്കുന്നു. സ്ലീഹന്മാരുടെ യുവരാജാവാണ് പത്രോസ്. പീറ്റർ ഈസ് ദ പ്രിൻസ് ഓഫ് ദ അപ്പോസ്റ്റൽസ്. ഈ നിലപാട് പല വിവാദങ്ങൾക്കും തിരികൊളുത്തിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. പക്ഷേ പത്രോസിന്റെ പരമാധികാരം സംബന്ധിച്ച് കത്തോലിക്ക സഭയുടെ അവകാശവാദത്തിന് വേദപുസ്തകമാണ് തെളിവ്, തിരുവചനമാണ് തെളിവ്, വെളിപാടാണ് തെളിവ്. അതിനാൽ ബൈബിളിനെ, പ്രത്യേകിച്ചും പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളെയും സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തെയും തിരുവചനമായി ആരെങ്കിലും ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അത് പെന്തക്കോസ്തുകാരോ ദൈവസഭക്കാരോ പ്രൊട്ടസ്റ്റന്റുകാരോ പിന്നെ യഹോവ സാക്ഷികളോ ക്രിസ്റ്റഡൽഫിയൻസോ ആരുമാകട്ടെ, അവർ പത്രോസിന്റെ പരമാധികാരവും പത്രോസിന്റെ പരമാധികാരത്തിന് പിന്തുടർച്ചയായി മാർപ്പാപ്പയുടെ പരമാധികാരവും മുറുകെ പിടിക്കേണ്ടതുണ്ട്, അംഗീകരിക്കേണ്ടതുണ്ട്. ഈ അവകാശവാദം, ഈ കത്തോലിക്ക സഭയുടെ അവകാശവാദം യേശുവിൻ്റെ ഹിതമാണ്, യേശുവിൻ്റെ ഇംഗിതമാണ്. പുതിയ നിയമത്തിലെ തെളിവുകളുമായി ആ അവകാശവാദം ഒത്തുപോകുന്നു. അതേസമയം ഈ പരമാധികാരത്തിൻ്റെ വിവിധ വശങ്ങൾ, വിവിധ മാനങ്ങൾ, ചക്രവാളങ്ങൾ ഇനിയും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്, സംശയമൊന്നുമില്ല. അത് സഭയ്ക്ക് വേദികളിൽ മാത്രമല്ല, സഭയ്ക്കുള്ളിലും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഈ വെളിപാടുകളുടെ ആന്തരാഴത്തിലേക്ക് ഇനിയും ഒരുപാട് കടക്കേണ്ടതുണ്ട്. എങ്കിലും ഇങ്ങനൊരു നേതൃത്വം ഇല്ലെങ്കിൽ, ബാഹ്യമായ ഐക്യത്തിന് അടയാളമായിട്ടൊരു നേതൃത്വം ഇല്ലെങ്കിൽ സഭയിൽ ഐക്യമുണ്ടാകില്ല. ഈ ബുൾട്ട്മാൻ എന്ന് പറഞ്ഞ ജർമ്മൻ പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഈ വചനപ്രസംഗത്തോണ്ട് മാത്രം ഐക്യമുണ്ടാകുമെന്നാണ്. ഒരിക്കലുമില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ പെന്തക്കോസ്ത സഭകൾ. ഓരോ പാസ്റ്ററും ഓരോ സഭയാണ്. അവർക്ക് പൊതുവായിട്ടൊരു ഐക്യത പോലുമില്ല. അവരുടെ പ്രബോധനങ്ങൾക്കും ഐക്യതയില്ല. കാരണം എന്താണ്? തിരുവചനങ്ങളെ അവർ പലയിടത്തും വ്യഭിചരിക്കുകയാണ്. അവർ ഓരോരുത്തരും മാർപ്പാപ്പയായി സ്വയം പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോൾ യേശു സ്ഥാപിച്ച സഭയാകില്ല അവർ. യേശു സ്ഥാപിച്ച സഭയാകണമെങ്കിൽ ഈ അധികാരത്തിന് വിധേയപ്പെട്ടിരിക്കണം. ഈ അധികാരത്തിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ ഞാൻ പറഞ്ഞല്ലോ, പരമാധികാരം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഈ അധികാരത്തിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനസ്സിനോട് ചേർന്ന തരത്തിൽ അധികാരികൾ പഠിപ്പിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതി ആയതുകൊണ്ടാണ്. മാർപ്പാപ്പ 1986 മാർപ്പാപ്പ ജോൺ പോൾ മാർപ്പാപ്പ വന്ന് ഉദ്ഘാടനം ചെയ്ത കുർബാന അംഗീകരിക്കാത്ത മെത്രാന്മാർ അവർ മാർപ്പാപ്പയെ തന്നെ ധിക്കരിച്ചു. ആ മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന മെത്രാന്മാർ രൂപതകളിൽ സ്വയം മാർപ്പാപ്പയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതിനാണ് ശീഷ്മ എന്ന് പറയണേ. അതൊരു വിഭജനത്തിലേക്ക് എത്തിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ ശീഷ്മ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും ഇപ്പം നമ്മൾ ഫരീദാബാദിലും എറണാകുളത്തും മറ്റ് പല രൂപത്തിലും കാണുന്ന പ്രശ്നം അതാണ്. മെത്രാന്മാര് സഭയുടെ പരമാധികാരത്തോട് ചേർന്ന് നിൽക്കാതെ വരിക. അപ്പോൾ ഒരു പ്രശ്നമാണ്. നമ്മൾ ആരനുസരിക്കണമെന്നുള്ള പ്രശ്നം വരും. നമ്മുടെ മെത്രാൻ അനുസരിച്ചാൽ അത് മാർപ്പാപ്പയെ ധിക്കരിക്കുന്നത് തുല്യമാകും. ഈ ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്, വിശേഷിച്ച് സീറോ മലബാർ സഭയിൽ. അത് തിരുത്തപ്പെടേണ്ടതുണ്ട്. അതേസമയം തന്നെ അധികാരം എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കലല്ല. അപ്പോൾ ഇത് പറയുമ്പോൾ പറയും, ഇപ്പം ഈ കുർബാന അടിച്ചേൽപ്പിച്ചതല്ലേ എന്ന് എറണാകുളംകാർ പറയും. ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞു, 86 മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്തു, 89 നടപ്പാക്കി. പക്ഷേ ഏതാനും രൂപത്തിൽ മാത്രമേ നടപ്പാക്കിയുള്ളൂ. അപ്പോൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി 99 ഇപ്പം നമ്മൾ പറഞ്ഞ ഏകീകൃത കുർബാന നടപ്പാക്കാൻ തീരുമാനിച്ചു. 1999 അതായത് മഹാജൂബിലി വർഷം തൊട്ട് ചൊല്ലാനായിട്ട്. അപ്പോഴും കുറച്ച് മെത്രന്മാരെ സംബന്ധിച്ചു, ബാക്കിയുള്ള എല്ലാവരും അംഗീകരിച്ചു ഒപ്പിട്ടു. പക്ഷെ സ്വന്തം രൂപത്തിൽ ചെന്നിട്ട് അവർ തങ്ങൾ തന്നെ ഒപ്പിട്ട രേഖയ്ക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ 2021 വരെ. അതിനിടയിൽ ഒരുപാട് ചർച്ചകൾ നടത്തിയ കാര്യമൊക്കെ നമ്മുടെ തക്സയുടെ ആമുഖം വായിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും.
അപ്പോൾ അടിച്ചേൽപ്പിക്കലൊന്നും നടന്നിട്ടില്ല, അടിച്ചേൽപ്പിക്കലില്ല താനും. അതേസമയം കത്തോലിക്ക സഭയിൽ ജനാധിപത്യമില്ല. ജനാധിപത്യം അത്ര നല്ല ഗവൺമെൻറ്റാന്ന് തോന്നുന്നുണ്ടോ? KP അപ്പൻ എന്ന് പറഞ്ഞ, നമ്മുടെ കാർത്തികയിൽ പത്മനാഭൻ അപ്പൻ എന്ന് പറഞ്ഞ ആ KP അപ്പൻ എന്താ പറഞ്ഞത്? ഡെമോക്രസി ഇസ് നോട്ട് ദ ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ്, ഇറ്റ് ഈസ് ദ ലീസ്റ്റ് ഒബ്ജക്ഷണബിൾ. ഏറ്റവും നല്ല ഫോം ഓഫ് ഗവൺമെൻറ് ഒന്നും അല്ല. പിന്നെന്താണ്? നമുക്ക് കൂടി ഒരു വോട്ട് ചെയ്യാൻ 5 കൊല്ലത്തും വേണമെങ്കിൽ മാറ്റാതിരിക്കാം എന്നുള്ളൊരു സാധ്യത നൽകുന്നുണ്ട്, ടോളറേറ്റ് ചെയ്യാം. കത്തോലിക്ക സഭയിൽ ഡെമോക്രസി ഇല്ല. കാരണം എന്താണ്? ദൈവിക വെളിപാടിലാണ് സഭയുടെ ആരംഭം. ദൈവിക വെളിപാടാണ് ഈ ലിറ്റർജി നൽകിയത്. അതുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന പ്രശ്നങ്ങളല്ല കത്തോലിക്ക സഭയിൽ. കത്തോലിക്ക സഭയിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭൂരിപക്ഷം പറയുകയാണ് യേശു ദൈവമല്ല എന്ന് പറഞ്ഞാൽ യേശു ദൈവമല്ല ഉണ്ടാകുമോ? അപ്പം ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. ഈ ചരിത്ര സംഭവത്തിലാണ്, ആ വ്യക്തിയിലാണ് ക്രിസ്തുധർമ്മത്തിന് ഉത്ഭവം. അതിനാൽ ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയതേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയത് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നതനുസരിച്ച് ചില കാര്യങ്ങളിൽ വ്യാഖ്യാനങ്ങൾ വ്യത്യാസം വരും. അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതനുസരിച്ച് ചിലപ്പം ജൈവികമായി കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകും. തോന്നി പോലെ കൂട്ടിച്ചേർക്കാനും തോന്നി പോലെ ചെയ്യാനേ കഴിയില്ല. അപ്പോൾ ഈ നമ്മൾ ഹൈറാർക്കി എന്ന് പറയുന്നില്ല, ഹൈറാർക്കി ശരിക്കുള്ള അർത്ഥം, നമ്മൾ ഹൈറാർക്കി എന്ന് പറഞ്ഞ ഉടനെ മാർപ്പാപ്പ, കർദിനാൾമാർ, മെത്രാന്മാർ അങ്ങനെയാണ് വിചാരിക്കണേ. അതല്ല അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. ഹിറേവോസ് ആർഹേ ഇല്ലേ, വിശുദ്ധ ഉത്ഭവം എന്നാണ് ശരിക്കും അർത്ഥം. വിശുദ്ധമായ ഉത്ഭവം. ആ വിശുദ്ധമായ ഉത്ഭവം സഭയ്ക്കുള്ളത് കൊണ്ട് ആ വിശുദ്ധമായ ഉത്ഭവത്തിൽ നിന്ന് കിട്ടിയതേ നമുക്ക് സഭയിൽ പറ്റൂ. ലിറ്റർജി വിശുദ്ധമായ ഉത്ഭവമുള്ളതാണ്. അതും മറ്റ് മതങ്ങളിലുള്ളതുപോലെ ആചാരങ്ങളുടെ ഒരു കൂട്ടമല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? എല്ലാ മതങ്ങളും ഒരുപോലെയല്ല. മറ്റൊരാളും, യേശു ക്രിസ്തു അല്ലാതെ ഒരാളും മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തിട്ടില്ല. അപ്പം മരിച്ചവന് ഉത്ഥാനം ചെയ്തവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവൻ നൽകുന്ന കാര്യവും ഇങ്ങനെയൊന്നും ഇല്ലാത്ത മറ്റ് മതത്തിലെ നേതാക്കന്മാർ നൽകുന്ന കാര്യം ഒരുപോലെ ആയിരിക്കുമോ? രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്നൊക്കെ പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന് ചേരുന്നതല്ല. എന്ന് വിചാരിച്ച് മറ്റു മതങ്ങളെയൊക്കെ മോശമായിട്ട് ഞാൻ ചിത്രീകരിക്കുന്നില്ല. എൻ്റെ മതം ഇങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ അവകാശമുണ്ട്. അതായത് മറ്റൊരു മതസ്ഥാപകനും മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഇന്ന് ജീവിക്കുന്നില്ല. ആശയങ്ങളിലും പുസ്തകങ്ങളിലേക്ക് ജീവിക്കുന്നുണ്ടാവും, യഥാർത്ഥത്തിൽ ജീവിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ജീവിക്കുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. അപ്പോൾ അവൻ അർപ്പിക്കുന്ന കുർബാന പോലെ ആയിരിക്കുമോ മറ്റ് ആചാരങ്ങളും പൂജകളും ഒക്കെ? അല്ല. അതുകൊണ്ട് കത്തോലിക്ക സഭയിലെ കുർബാനയും മറ്റ് ലിറ്റർജികളും ആചാരവും അനുഷ്ഠാനങ്ങളുമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ ദൈവം തിരഞ്ഞെടുക്കുന്നതാണ് പുരോഹിതന്മാരെ. ഇതുകൊണ്ടാണ് ഇല്ലേ ഇൻ പെർസോണ ക്രിസ്തി എന്നാണ് അച്ഛന്മാരെ വിളിക്കുന്നത്. ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ടാണ് ഒരു വൈദികൻ ബലിയർപ്പിക്കുന്നത്. അച്ഛന് തോന്നിയ പോലെ ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ക്രിസ്തുവിനേക്കാൾ വലിയവരാണ് തങ്ങളെന്ന് വിചാരിക്കുന്നവരാണ് സ്വയം പ്രേരിത പ്രാർത്ഥനകളും മറ്റെല്ലാം കൂട്ടിച്ചേർത്ത് തോന്നിയ പോലെ ലിറ്റർജിയെ വഷളാക്കുന്നത്. നമുക്ക് ബൈബിളിലെ ചില കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത വചനങ്ങൾക്ക് മാറ്റിമറിക്കാൻ പറ്റുമോ? ബൈബിളിലെ നമുക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ മാറ്റിമറിക്കാൻ പറ്റുമോ? ഇല്ല. അത് ദൈവിക ഉത്ഭവമുള്ളതാണ്. ലിറ്റർജിയും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സ്വർഗരാജ്യം താക്കോല് കൊടുത്തിരിക്കുന്നത് പത്രോസനാണ്. ആ പത്രോസ് അംഗീകരിച്ച ലിറ്റർജിയാണ് ആ സഭയുടെ ലിറ്റർജി. ലത്തീൻ സഭയിൽ ജനാഭിമുഖം ഔദ്യോഗികത അംഗീകരിച്ചില്ലെങ്കിലും എല്ലാവരും ചൊല്ലുന്നത് കൊണ്ടും ഒരു മൗനാനുവാദം ഉള്ളത് കൊണ്ടും അത് ലിസിറ്റ് ആകാം. പക്ഷേ സീറോ മലബാർ സഭയിൽ അങ്ങനെയല്ല. സീറോ മലബാർ സഭയുടെ ലിറ്റർജി ഏകീകൃത കുർബാനയായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞു. പൂർണ്ണ ജനാഭിമുഖ കുർബാന അത് ഇല്ലിസിറ്റുമാണ്. ശരിയായി നിയോഗമില്ലാത്തത് കൊണ്ട് ഈ വിമത വൈദികർ അർപ്പിക്കുന്ന കുർബാന ഇൻവാലിഡുമാണെന്നാണ് മിക്ക ദൈവശാസ്ത്രജ്ഞന്മാരും പറയണേ. ഇൻവാലിഡാണ്. കാരണം എന്താ? സഭ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി ചെയ്താൽ അത് ലിറ്റർജി ആകൂ. അവർക്ക് അങ്ങനെ ഉദ്ദേശമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ചുരുക്കത്തിൽ പത്രോസിൻ്റെ പരമാധികാരം എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കാണ് ഈ സ്ലീഹന്മാർ നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ 12 തെളിവുകൾ സുവിശേഷത്തിൽ നിന്നും 10 തെളിവുകൾ സ്ലീഹന്മാർ നടപടി പുസ്തകത്തിൽ നിന്നും തന്നു കഴിഞ്ഞു. ഈ എൻ്റെ പ്രസംഗം കേൾക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, നിങ്ങൾ ഈ പെന്തക്കോസ്തക്കാരോടും യഹോവ സാക്ഷികളോടും പിന്നെ അതുപോലെ കത്തോലിസം വിട്ടുപോയ പ്രൊഫഷണൽക്കാരോടൊക്കെ നമുക്ക് ഈ വീഡിയോ ഞങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സ്നേഹിതന്മാരുണ്ടെങ്കിൽ അവർ കേൾക്കാൻ മനസ്സുള്ളവർ കുറച്ച് പേരുണ്ടെങ്കിൽ കേൾക്കട്ടെ. എന്നിട്ട് ഈ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടതുപോലെ നമുക്കും അവർക്കും മാനസാന്തരം ഉണ്ടാകുന്ന തരത്തിൽ ഹൃദയം നുറുങ്ങാൻ, ചങ്ക് തകർന്ന് വചനം കേട്ട് ആ വചന വാളുകൊണ്ട് കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട് അവിടെ ഒരു മാനസാന്തരം ഉണ്ടാകാൻ അത് ഇടയാകട്ടെ.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.